നാം എല്ലാവരും ആഗ്രഹിക്കുന്നത് ആരോഗ്യത്തോടെ കൂടുതൽ കാലം ജീവിക്കുക എന്നുള്ളതാണ്. അതിന് നമ്മളെ സഹായിക്കുന്ന ഒരു പ്രധാന ഘടകം നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ 3 പ്രധാന പദാർത്ഥങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ആയുസ് കൂട്ടാം, ആരോഗ്യവും കൂട്ടാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുക എന്നുള്ളതാണ്. ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് ഉണ്ട്, അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ഉണ്ട്, പലതരത്തിലുള്ള പഴവർഗ്ഗങ്ങളുണ്ട്, പലതരത്തിലുള്ള വെജിറ്റബിൾസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള പഴവർഗ്ഗങ്ങളും അതുപോലെ തന്നെ പച്ചക്കറികളും നമ്മുടെ നിത്യേനയുള്ള ആഹാരത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് ആയുസ് കൂട്ടാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കാനും സാധിക്കും. രണ്ടാമതായിട്ട് നമ്മൾ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണ സാധനങ്ങൾ കൂടുതലായിട്ട് കഴിക്കുക എന്നുള്ളതാണ്. ആ പ്രോട്ടീൻ ആനിമൽ പ്രോട്ടീൻസും ഉണ്ട്, പ്ലാന്റ് പ്രോട്ടീൻസും ഉണ്ട്. ആനിമൽ പ്രോട്ടീൻസ് ആണെങ്കിൽ ഇറച്ചി ഏറ്റവും നല്ലൊരു പ്രോട്ടീൻസ് ആണ്. അതുപോലെ തന്നെ നമുക്ക് എഗ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഡയറി പ്രൊഡക്ട്സ് ഉണ്ട്, അതുപോലെ തന്നെ പോൾട്രി ഉണ്ട്. ഇങ്ങനെ പല ആനിമൽ പ്രൊഡക്ട്സിനകത്തും ധാരാളമായിട്ട് പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. എഗ് ഏറ്റവും നല്ല പ്രോട്ടീൻ അടങ്ങിയ ഒരു ഭക്ഷണ പദാർത്ഥമാണ്. പ്ലാന്റ് പ്രോട്ടീനെ പറ്റി പറയുവാണെങ്കിൽ സോയാബീൻ ഏറ്റവും നല്ല ഒരു പ്രോട്ടീനാണ്. സോയാബീനെ വെജിറ്റബിൾ മീറ്റ് എന്നാണ് പോഷക വിദഗ്ധർ വിളിക്കുന്നത്. അതിനകത്ത് ധാരാളം പ്രോട്ടീൻ ഉണ്ട്. പ്രോട്ടീനെ കൂടാതെ അതിനകത്ത് മറ്റു പോഷകങ്ങളും അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ B12 ഉണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ കംപ്ലീറ്റ് പ്രോട്ടീനാണ്. അപ്പോൾ സോയാബീൻ പ്രൊഡക്ട്സ്, അതായത് സോയാബീൻ ആയിട്ടുണ്ട്, സോയാ മിൽക്കുണ്ട്, അതുപോലെ തന്നെ ബോളുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള പ്രൊഡക്ട്സ് ഇന്ന് ലഭ്യമാണ്. അതുപോലെ തന്നെ മറ്റു പ്ലാന്റ് പ്രോട്ടീൻസ് ഉണ്ട്, അതായത് ബീൻസ്, അച്ചിങ്ങാപ്പയർ, മറ്റു പയറുവർഗ്ഗങ്ങൾ, ചെറുപയർ, വൻപയർ, കടല, മുതിര, അതുപോലെ തന്നെ ഉഴുന്ന് തുടങ്ങിയവയൊക്കെ ഉണ്ട്. ഈ പ്രോട്ടീനെ പറ്റിയുള്ള ഒരു വീഡിയോ ഇന്ന് തന്നെ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങളത് കാണുക. അപ്പോൾ എത്രമാത്രം പ്രോട്ടീൻ നമ്മൾ കഴിക്കണം, അത് എപ്പോൾ കഴിക്കണം, ഏതെല്ലാം ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൾപ്പെടുത്തണം എന്നതിനെ പറ്റിയൊക്കെ ധാരാളം വിവരങ്ങൾ അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. മൂന്നാമതായിട്ട് ഭക്ഷണ പദാർത്ഥം നമ്മൾ ലോഞ്ചിവിറ്റിക്ക് കഴിക്കേണ്ടത് നമ്മൾ ഗ്രെയിൻസ് ആണ്. അതായത് ഹോൾ ഗ്രെയിൻസ്, അതായത് തവിടോട് കൂടിയ ധാന്യങ്ങൾ അല്ലെങ്കിൽ മുഴുധാന്യങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നമുക്ക് ആയുസ് കൂട്ടാനും ആരോഗ്യം വർദ്ധിപ്പിക്കാനും തീർച്ചയായിട്ടും സഹായിക്കും.